ഇന്ന് സംസാരിക്കുന്നത് പ്രദർശനശാലകൾ എന്ന വിഷയം. പെട്ടെന്ന് സിനിമയൊക്കെ ഓർമ്മ വരും. പ്രദർശനശാല എന്ന് പറഞ്ഞ സിനിമ ഹാളുകൾ, ഇതൊക്കെ അതിൽ വരും. ഏത് പ്രദർശനശാലയും ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്ന ഉപഭോക്താവിനെ ആകർഷിക്കുക എന്നുള്ളതാണ്. ഏത് സ്ഥാപനത്തിൻ്റെയും പരിപാടി ഉപഭോക്താവിനെ ആകർഷിക്കണം. അപ്പൊ കട തുടങ്ങി ഡിസ്പ്ലേ എങ്ങനെ പ്രദർശിപ്പിക്കണം? കണ്ണാടിക്കൂട് വേണം. കണ്ണാടിക്കൂടിൽ ഒരു യുവതി ഭംഗിയായിട്ട് സാരി ധരിച്ചുകൊണ്ട് നിൽക്കണം. അത് കണ്ടുകൊണ്ട് വരുമ്പോ അങ്ങനെ ഒരു സാരി എനിക്കും വാങ്ങണം എന്നൊരു തോന്നലുണ്ടാവണം. അപ്പൊ അവര് സാരി വാങ്ങാനായിട്ട് വരും. ആ ബിസിനസ് നോക്കിയിട്ടാണല്ലോ ഡിസ്പ്ലേ പ്രദർശനശാലകൾ എന്നത്. അങ്ങനെ ഇരിക്കെ തത്വജ്ഞാനിയായ ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുകയാണ്. ബാക്ക് സീറ്റിൽ VIP-കളാണ് ഇരിക്കുന്നത്. പൊതുവെ VIP-കള് സംസാരിക്കില്ല. വീട്ടിൽ സംസാരിക്കില്ലയോ നമുക്കറിയില്ല. അധികം വർത്താനൊന്നും അവർ പറയില്ല. ഒരു വർത്താനം അവർ പറയില്ല. സംസാരിക്കുകയോ ഇടത്തരക്കാരനായിട്ട് മിങ്കിൾ ചെയ്യില്ല എന്നുള്ളതാണ് അവരുടെ പ്രാധാന്യം. ഡ്രൈവർമാരോട് വർത്താനം പറയാത്തവർ ഉണ്ട്. ഡ്രൈവർമാർ എന്നോട് പറയാറുണ്ട്, ബോറടിക്കുക, അതുവരെ ഓടിച്ചു. സാറൊന്നും മിണ്ടില്ല. പിന്നെ ചോദിക്കാനും നിർത്തിയുണ്ട്. ഡ്രൈവർ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടും എന്നുണ്ട്. ചില ചടങ്ങിന് പോകുമ്പോൾ ബാക്കിലെ കാറിന്റെ ഡോറ് തുറക്കുമ്പോൾ ഞാൻ കയറില്ല. ഇന്നേ വരെ കയറിയ ചരിത്രമില്ല. ഡ്രൈവറുടെ ഇപ്പുറത്തെ സീറ്റിലാണ് ഇരിക്കുക. അതിന്റെ കാരണം അവിടെ എത്തുന്നവരെ ഡ്രൈവറോട് പലതും ചോദിച്ചുകൊണ്ടിരിക്കുക. അറിയാത്ത ധാരാളം വിഷയം അവര് പറയും. ഒരു തത്വജ്ഞാനിയായ ഡ്രൈവർ പറഞ്ഞു, VIPസിനെ കൊണ്ടുപോലാണ് ഡ്യൂട്ടി പ്രധാനം. അപ്പൊ ഒരു തവണ വണ്ടി ഓടിക്കുമ്പോ മുമ്പിൽ വേറെ വണ്ടി തടസ്സം. സിറ്റിയിലെ വേസ്റ്റ് കൊണ്ടുപോകണ വണ്ടിയാ. ഈ വേസ്റ്റ് കൊണ്ടുപോകണ വണ്ടി ഇപ്പൊ അങ്ങനെ കാണാറില്ല. പക്ഷെ പൊതുവെ ബാഗിലിരിക്കുമ്പോൾ അറിയാം, അതിലിങ്ങനെ പഴമില്ലാത്ത കായക്കൊലയും ആ തണ്ടും ഒക്കെ തന്നെ പുറത്തേക്ക് കാണാം. ഒക്കെ വേസ്റ്റാണ്. ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ വാഹനം AC വണ്ടി ആയതുകൊണ്ട് ദുർഗന്ധം അത്ര സ്വാധീനിക്കില്ല. അപ്പൊ ഒരു തവണ വേസ്റ്റ് വാഹനത്തെ കണ്ടിട്ട് ഇവരെന്തോ പറയുന്ന കമാൻഡ് പറഞ്ഞപ്പോ ഈ തത്വജ്ഞ ഡ്രൈവർ പറഞ്ഞു, ഈ വണ്ടിയിൽ മുഴുവൻ ഇന്നലത്തെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ്. ഇന്നലത്തെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ഇന്നത്തെ വേസ്റ്റ്. ഇന്ന് നാം കാണുന്ന ഒക്കെ നാളത്തെ വേസ്റ്റാണ്. ചെറിയൊരു കാര്യമാണെങ്കിൽ ശരി, അത് ചിന്തയിൽ കടന്നുകൂടി. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, വേസ്റ്റ് അല്ല ഈ പിറകിലിരിക്കുന്നത്, ഇന്നത്തെ വേസ്റ്റ് അല്ല, നാളത്തെ വേസ്റ്റാണ്. ഓരോരുത്തരുടെ കാര്യം എടുക്കും. ജീവിതത്തിൽ മാളുകൾ ലോകം മുഴുവനുണ്ട്. ആ ലോകം മുഴുവൻ മാളുകൾ ഉണ്ടായിട്ട് മതിയാവാതെ ആ മാളുകളുടെ നാട്ടിൽ നിന്നും ഇന്നലെ കോഴിക്കോട് വന്ന രണ്ടുപേര് ഇവിടുത്തെ മാളിൽ പോയിരിക്കണം പർച്ചേസ് ചെയ്യാൻ. ആ പർച്ചേസ് ചെയ്യുന്ന സാധനമൊക്കെ നാളെ എവിടേക്കാ പോണത്?
ഏത് വസ്തുവും ഏത് ശില്പവും ഏത് വ്യക്തിയും ഒരു കാര്യം മനസ്സിലാക്കണം, നാളത്തെ വേസ്റ്റ് തന്നെ ആണ്. ഈ കാരണം കൊണ്ടാണ് ഒരു ചിന്തകൻ അദ്ദേഹം വലിയൊരു മാളിൽ പോയി. കൂടെയുള്ളവരൊക്കെ ഓരോന്നൊക്കെ വാങ്ങും, ഓരോരോ വസ്തുക്കൾ വാങ്ങും. ഇത് ആദ്യം കാണുകയാണ്, ഇത് തരക്കടില്ലല്ലോ, ഇതിനിവിടെ വില കുറവാണല്ലോ, 9,999 ഉള്ളൂ. അങ്ങനെ വാങ്ങുമ്പോൾ ഈ ചിന്തകൻ വിചാരിക്കുകയാണ്, ഈശ്വര, ഈ ഭൂമിയിൽ എനിക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത എത്ര വസ്തുക്കളാ. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നാണ് ഞാൻ പറയുക. നമുക്ക് ആവശ്യമില്ലാത്ത എത്ര വസ്തുക്കൾ. പലതരം ചീർപ്പുകൾ കാണുന്നു. മുടി ചെയ്യുന്ന മുടി മുഴുവൻ, തല മുഴുവൻ കഷണ്ടി ഒരാൾ വിചാരിക്കല്ലോ. അങ്ങോട്ട് നോക്കുക വേണ്ട, എനിക്ക് ആവശ്യമില്ലാത്ത എത്ര ചീർപ്പുകളാ ഈ ലോകത്ത്. അത് ചീർപ്പിന്റെ കാര്യം ഇയാൾ കഷണ്ടി ആയതുകൊണ്ടാണ്. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ ആലോചിക്കണം, ഈശ്വര, എനിക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാ. മുടിയുണ്ട്, എന്തെല്ലാം ടൈപ്പ് ഹെയർ ഓയിലുകളാ, ഒന്നും രണ്ടൊന്നുമല്ല, എത്ര അയക്കണം. ഒരു വീട്ടിൽ ചെന്നപ്പോ സ്പ്രേ മേശപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്തിനുള്ള? ഇത് ബോഡിയിൽ ഇന്ന കാര്യത്തിന് സ്പ്രേ, ഇത് ഇന്ന കാര്യത്തിന് സ്പ്രേ. ഇതൊന്നും വേണ്ടാത്തവർക്കോ? എണ്ണ തേക്കുക എന്നുള്ള പരിപാടി ഇല്ലാത്തവർക്ക് പലവും ചിന്തിക്കണം. സോപ്പ് തേക്കാറേ ഇല്ലാത്ത ആളുണ്ടെങ്കിൽ ആ വ്യക്തി എന്തിനാണ് ഈ ലോകത്ത് ഏതൊക്കെ തരം പേരുള്ള സോപ്പുണ്ട്? ഇങ്ങനെ നോക്കിയാൽ എത്ര വസ്തുക്കളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്ന. ഈ വസ്തുക്കൾ മുഴുവൻ ഭൂരിപക്ഷവും ആവശ്യമില്ലാത്തത്. എന്റെ ജീവിതത്തിൽ ഇതൊന്നും ആവശ്യമില്ലല്ലോ എന്ന് ഈ വ്യക്തി ചിന്തിച്ചു. ആ വ്യക്തിയോട് മറുപടി പറഞ്ഞ വേറൊരു മഹാന്റെ കാര്യം കൂടി ചിന്തിക്കുക. ഇതാവശ്യമല്ലേ? ആവശ്യമാണ്. പല്ല് തേക്കണ്ടേ? ആണ്. പല്ല് തേക്കാൻ ഈ പൽപ്പൊടി ആവശ്യമല്ലേ? ആവശ്യമാണ്. പല കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? ആണ്. നിങ്ങളുടെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങളല്ലേ നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? വേണം. ശ്രദ്ധിക്കണം. ഇയാൾ തിരിച്ചു വെച്ചു, ആവശ്യമുള്ളത് മതി. 1, 2, അത്യാവശ്യമായതുപോലെ. അതും ചോദ്യമാണ്. ചെരുപ്പ് വേണം. പല വീടിന്റെയും കയറുന്ന സ്ഥലത്ത് ചെരുപ്പ് കടയാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് 8ഉം 10ഉം തരം ചെരുപ്പ്. അച്ഛന് ചെരുപ്പുകൾ ധാരാളം, ഷൂ വേറെ, ആകപ്പാടൊരു ചെരുപ്പ് കട. ഇത്രയും ചെരുപ്പുകൾ അത്യാവശ്യമാണോ? വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എങ്ങനെ വാങ്ങിക്കൂട്ടുന്നു, വാങ്ങിക്കൂട്ടി ഇതൊക്കെ വീട്ടിൽ കൊടുന്ന് വെക്കുന്നു. എവിടെ പോയിരുന്നാലും ശരി, അവിടെ പോയിട്ട് സാരി വാങ്ങുന്ന ഒരു യുവതിയുണ്ട്. എവിടെ പോയിരുന്നാലും ശരി ഒരു സാരി വാങ്ങും. ഇത് എപ്പോൾ ചുറ്റും അലമാറയിൽ വെക്കും. ഓരോ അലമാറ മതിയോ? ഇതൊക്കെ അത്യാവശ്യ വസ്തുവാണ്. ഈ ഭൂമിയിൽ ഇന്ന് വിൽക്കുന്ന പലതും ആണ് നാളെ റോഡിൽ വേസ്റ്റായി കാണുന്നത്. ഇന്നത്തെ മനുഷ്യജന്മമാണ് ഏറ്റവും മഹത്തായ ജീവിതം വെച്ച് എനിക്ക് വീഴുന്ന സെന്റ് പാരീസിൽ നിന്ന് കൊണ്ടുവരണം,
അത് കിട്ടിയിട്ടേ എനിക്ക് ആ സെന്റ് അത്തറ് പൂശി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുടെ ശരീരവും ആ അത്തറിന്റെ വില പോലും ആ ശരീരത്തിന് ഇല്ല. മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകുന്ന കാര്യം ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണല്ലോ. ഇതെനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ. നമ്മളിരിക്കുന്ന മുറിയിൽ വരെ, താമസിക്കുന്ന വീട്ടിൽ വരെ അത്യാവശ്യമില്ലാത്ത വസ്തുക്കൾ കൊണ്ടുവന്ന് നടത്തി നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുന്നില്ലേ എന്ന് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.